ദാണ്ട് 1, 2, 3, 4 അങ്ങനെ റാങ്കുകളുടെ കോശമാണ്. ഈ കുട്ടികളെയൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചതാണ്. ഞങ്ങളുടെ മൊബൈൽ ആപ്പിലൂടെ പഠിച്ച കുട്ടികളാണ് ഇവരൊക്കെ. അവർക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകിയ CC ടീമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്കും ഞങ്ങൾക്ക് ഈ റിസൾട്ട് എത്തിക്കാൻ സാധിക്കും. സത്യസന്ധമായി വേറെ ഒന്നും പഠിക്കേണ്ട, ഇത് മാത്രം പഠിച്ച് നിങ്ങൾക്കും നമ്മുടെ വിജയത്തിലേക്ക് നടക്കാം. ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും CCയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് LPSA UPSA പഠിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനോടുമാണ് എനിക്ക് പറയാനുള്ളത്. മക്കളെ, എക്സാംസ് ഒക്കെ ഇനി അടുത്ത് പെട്ടെന്ന് വരും. അപ്പം നമ്മൾ നന്നായി പഠിച്ചാൽ നമുക്ക് ജോലി കിട്ടും. LPSA UPSA എനിക്ക് വിധിച്ചതാണോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, സർവീസിലിരിക്കുന്ന എല്ലാവരും നിങ്ങളെപ്പോലെ തന്നെയുള്ളവരാണ്. അവർക്കൊന്നും വലിയ വേറെ ഒരു പ്രത്യേകതയും ഇല്ല. നിങ്ങളെപ്പോലെ തന്നെയുള്ള കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളും പഠിച്ചാൽ എക്സാംസ് കിട്ടും. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടോപ്പിക്ക് എന്ന് പറയുന്നത് നമ്മുടെ കേരള റിനൈൻസൻസുമായി ബന്ധപ്പെട്ട ആ ഒരു പോർഷനിൽ നിന്ന്, അതോടൊപ്പം തന്നെ നമ്മുടെ ടോപ്പിക്സ് ഉണ്ടല്ലോ LPSA UPSAയിൽ ഓരോരോ GK ടോപ്പിക്ക്, അതിൽ ഓരോ പോർഷനിൽ നിന്നും കറണ്ട് അഫയേഴ്സ് എന്ത് ചോദിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴേ കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിച്ചു തുടങ്ങണോ എന്നോട് ചോദിക്കുന്നവരോട്, ഈ റിനൈൻസൻസിലെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിക്കേണ്ടത് ഇപ്പോഴേ പഠിച്ചു പോവുക. ചിലപ്പോൾ ഒരു അടുത്ത വർഷമാണ് പരീക്ഷയെങ്കിൽ ഒരു വർഷം അവിടെ കൂട്ടി ചോദിക്കത്തതേ ഉള്ളൂ. അത് ക്വസ്റ്റ്യൻ മനസ്സിലാകും. പാറ്റേൺ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണണം. എന്താണ് ഇത്? കണ്ടോ, 2025 മെയ് മാസത്തിൽ കേരള സർക്കാർ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന നവതി ആഘോഷം നടത്താൻ തീരുമാനിച്ച ചരിത്ര സംഭവം ഏത്? അപ്പോൾ 2025 ഈ ഡേറ്റ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത 2 വർഷത്തിനുള്ളിൽ ചോദിച്ചാൽ എപ്പോൾ ചോദിച്ചാലും 2 വർഷം കൂട്ടി മാത്രമേ നമുക്ക് എന്തുള്ളൂ, വ്യത്യാസമുള്ളൂ എന്ന് മനസ്സിലാക്കുക, അല്ലേ? അപ്പം 2025 മെയ് മാസത്തിൽ കേരള സർക്കാർ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന നവതി ആഘോഷം, നവതി എന്ന് വെച്ചാൽ എത്രയാ, 90ാമത്തെ അല്ലേ, നടത്താൻ തീരുമാനിച്ച ഒരു ചരിത്ര സംഭവം വൈക്കമാണോ, ഗുരുവായൂരാണോ, കേശവന്റെ കോഴഞ്ചേരി പ്രസംഗമാണോ, ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ പ്രസംഗമാണോ? ഇവിടെ ഇനി നിങ്ങൾ അടുത്തത് മനസ്സിലാക്കേണ്ടത് ഓപ്ഷൻ എലിമിനേഷൻ എന്ന് പറയുന്ന ടെക്നിക്കാണ്. വൈക്കം സത്യാഗ്രഹം നമ്മൾ കഴിഞ്ഞ തവണകളിലൊക്കെ കുറേ കേട്ടു. എന്ത് കേട്ട്? 100ാം വാർഷികം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു, അല്ലേ? അപ്പം വൈക്കം സത്യാഗ്രഹം വേണ്ടവർക്ക് എലിമിനേഷൻ ചെയ്യാം. ഇനി അടുത്ത് നോക്കിക്കേ, ഗുരുവായൂർ സത്യാഗ്രഹം വർഷം ഓർമ്മയുണ്ടോ? 90 ആണോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഏതോ ഒരു 30 വർഷത്തിലാണ്, എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? 30 ഗുരു നിവർന്നിരുന്നു എന്നൊക്കെയുള്ള കോഡ് പഠിക്കുന്നവർക്കറിയാം. 30, 31, 32 വർഷങ്ങളിലാണ്. അപ്പം 2025 90 വർഷം ഉണ്ടോ നോക്കുക, അല്ലേ? അപ്പം അതുമല്ല. അടുത്ത നോക്കിക്കേ, കേശവന്റെ കോഴഞ്ചേരി പ്രസംഗം വർഷം അറിയാമോ? ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ പ്രസംഗം അറിയാമോ? നോക്കിക്കേ, 2025 കേശവന്റെ കോഴഞ്ചേരി പ്രസംഗത്തിനാണ്, അതായത് 1935 മെയ് 11 എന്ത് നടന്നത്? 35 വന്നത് കോഴഞ്ചേരി പ്രസംഗം നടത്തിയത്. അതിൽ 90 വർഷമായിട്ടുണ്ട്. അദ്ദേഹത്തിനെ കോഴഞ്ചേരി പ്രസംഗത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തത് ജൂൺ 7 അപ്പോൾ എന്താ അടുത്ത് നമ്മൾ പഠിച്ചത്? രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത അദ്ദേഹത്തിനെയാണ് 90 നവതി ആഘോഷം നടത്താൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിരിക്കുന്ന ചരിത്ര സംഭവം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനൊരു വാർത്ത വന്നപ്പം നമ്മൾ അറിയേണ്ടതാണ്. ഞാൻ ഇപ്പോഴത്തെ കറണ്ട് അഫയേഴ്സ് മാത്രമേ പഠിക്കൂ എന്ന് മത്സര പരീക്ഷയിൽ പറയരുത്. കറണ്ട് അഫയേഴ്സ് ഒരു PSC എക്സാമിന് 1.5 വർഷം ബാക്കിലുള്ള കറണ്ട് അഫയേഴ്സും ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് നവോത്ഥാനത്തിൽ നിങ്ങൾക്ക് ടോപ്പിക്ക് തന്നിട്ടുണ്ട്, ആനുകാലിക സംഭവങ്ങൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തത് പഠിക്കണം എന്നുള്ളത്. അത് ആനുകാലിക സംഭവങ്ങൾ എന്ന് പറയുമ്പം എപ്പോൾ കിട്ടിയാലും ഏതിൽ കറണ്ട് അഫയേഴ്സുമായി നമ്മുടെ റിനൈൻസൻസുമായി ബന്ധപ്പെട്ടത് എഴുതി വെക്കുക. കാരണം കുറച്ച് സംഭവങ്ങളല്ലേ ഇങ്ങനെ വാർഷികങ്ങളൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ അതങ്ങ് എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ ഉറപ്പായിട്ടും ചോദിക്കും. ഇനി നോക്കിക്കേ, ദ സേജ് ഹൂ റീഇമാജിൻഡ് ഹിന്ദുസം എന്ന പുസ്തകം എഴുതിയത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. രാമചന്ദ്ര ഗുഹ, ശശി തരൂർ, MK സാനു, KN പണിക്കർ. നിങ്ങൾ ഈ വാർത്ത കേട്ട് കാണും ചിലവരെങ്കിലും. എവിടെ വെച്ച് കേട്ട് കാണുമെന്ന് ഞാൻ പറയാം. അതായത് ശിവഗിരിയിൽ 2025 പുറത്തിറങ്ങിയ ഈ പുസ്തകം അതിന് പ്രകാശനം ചെയ്തപ്പം ശ്രീനാരായണ ഗുരുവിനെ പറ്റിയിട്ടുള്ള പുസ്തകമായിരുന്നു ഇത്. ശശി തരൂരിൻ്റെ പുസ്തകമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്തത്
ശിവഗിരിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ മനസ്സിലായല്ലോ ആരെഴുതിയ പുസ്തകമാണ്. അപ്പം കറണ്ട് അഫയേഴ്സിൽ അടുത്ത പഠിക്കേണ്ടത് വാർഷികം പഠിക്കുന്നു, അതുമായിട്ട് ഗവൺമെൻറ് എന്തെങ്കിലും ആചരിക്കുന്നെങ്കിൽ പഠിക്കുന്നു, വേറെ ഏതെങ്കിലും സംഘടനകൾ ആചരിക്കുന്നെങ്കിൽ പഠിക്കുന്നു, പുസ്തകങ്ങൾ നവോത്ഥാന നായകന്മാരെ പറ്റി പുതിയത് വരും, അത് കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗമാണ്, അത് പഠിക്കണം. മനസ്സിലായോ? പഴയ പുസ്തകങ്ങൾ മാത്രമല്ല, ഓരോരുത്തരെ പറ്റിയും നവോത്ഥാന നായകന്മാരെ പറ്റി ആരെ പറ്റിയും ഇറങ്ങിയാൽ നിങ്ങൾ പഠിക്കണം അല്ലേ? ഇനി നോക്കിക്കേ, ഇതിനകത്ത് ഗുരുവിൻ്റെ ജീവിതം, ദർശനം, സാമൂഹ്യ പൈതൃകം തുടങ്ങിയവയൊക്കെയാണ് പുസ്തകത്തിൻ്റെ എന്തെന്ന് പറഞ്ഞു, ഉള്ളടക്കം എന്ന് പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ 200ാം ജന്മവാർഷികം ആചരിച്ചത് എപ്പോഴാണ് എന്നാണ് ചോദിച്ചിരുന്നത്. അപ്പം ചോദിക്കുന്നത് എന്താണ്? ജന്മവാർഷികം. പിന്നെ അദ്ദേഹം മരിച്ചിട്ടാണെങ്കിൽ അതിൻ്റെ വാർഷികം. അടുത്ത എന്തായിരിക്കും ചോദിക്കുന്നത്? ഒരു നവോത്ഥാന നായകന്മാർ നടത്തുന്ന എന്ത് ചോദിക്കും? അവരുടെ പ്രമുഖമായിട്ടുള്ള എന്തെങ്കിലും സംഘടന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാർഷികങ്ങൾ, അവരെന്തെങ്കിലും സമരങ്ങളുണ്ടെങ്കിൽ അവരുടെ വാർഷികങ്ങൾ, ഇതൊക്കെ ചോദിക്കും. ബേസിക് ഇയർ അറിഞ്ഞിരുന്നാൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ജന്മവാർഷികമാണ് ചോദിച്ചിരിക്കുന്നത്. ജന്മവാർഷികം 2025 ജനുവരിയിലാണ് 200ാമത്തെ ജന്മവാർഷികം ആചരിച്ചത്. ഓക്കെ, മാസമടക്കമാണ് ഇവിടെ ചോദിക്കുന്നത്. 2025 ജനുവരിയിലാണ് 200ാമത്തെ ജന്മവാർഷികം. പ്രത്യേകിച്ച് ഇങ്ങനെ 90, 91, 90, 200, 100 എന്നൊക്കെ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഡേറ്റ് വെച്ചിട്ട് പഠിക്കുക കേട്ടോ. ഇനി നോക്കിക്കേ, 1825 ജനിച്ചതാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. കാർത്തികപ്പള്ളിയിലാണ് ജനിച്ചത്. കേരള നവോത്ഥാനത്തിലെ ദളിത് നേതാവാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ? ഇനി നോക്കിക്കേ, ചട്ടമ്പിസ്വാമികളുടെ കൃതിയായ ശ്രീചക്ര പൂജാകൽപ്പം എന്ന പുസ്തകത്തിൻ്റെ പുതിയ പതിപ്പ് പ്രസിദ്ധീകരിച്ച വർഷമേത്? ഇതാണ് ചോദ്യം. 23-ലാണോ, 24-ലാണോ, 25-ലാണോ, 26-ലാണോ? അതിൻ്റെ പുതിയ പതിപ്പ് വന്നത് 2025-ലാണ് പുതിയ പതിപ്പ് വന്നിരിക്കുന്നത്. എന്താണ്? ശ്രീചക്ര പൂജാകൽപ്പം. എന്താണ്? ശ്രീചക്ര പൂജയും ആത്മീയ ആചാരങ്ങളും എന്ന വിഷയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഈ 2000 സൈൻ ബുക്സ് പ്രസിദ്ധീകരിച്ച 2024-ലെ ചട്ടമ്പസ്വാമികൾ എന്ന ജീവചരിത്ര ഗ്രന്ഥം എഴുതിയത് എന്ന് ആര് എന്നും ചോദിച്ചിട്ടുണ്ട്. അത് VU സുരേന്ദ്രനാണ് എഴുതിയിരിക്കുന്നത്. ആരാണ്? VU സുരേന്ദ്രൻ. അപ്പം നോക്കിക്കേ, പുസ്തകവുമായി ബന്ധപ്പെട്ട ചോദ്യം. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ ടേംസ് തന്നെ, ഒരാളെ പറ്റി പുതിയൊരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്, അതും ആരെ എന്ന് ചോദ്യം കിട്ടും കേട്ടോ. ഇനി നോക്കിക്കേ, 2025 ഡിസംബർ 30-ന് 93ാമത്തെ ശിവഗിരി തീർത്ഥാടനം, 93ാം ശിവഗിരി തീർത്ഥാടനം ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ആര് എന്നാണ് ആൻസർ എന്ന് പറയുന്നത് CP രാധാകൃഷ്ണനാണ് 93ാമത്തെ ശിവഗിരി തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്തത്. അപ്പം എപ്പോഴും വരുന്നതാണ് അദ്വൈതാശ്രമം, അല്ലെങ്കിൽ അദ്വൈതാശ്രമത്തിലെ ശിവഗിരി അദ്വൈതാശ്രമം ഒക്കെ PSCയുടെ ഒരു ചോദ്യ മേഖലയാണ്. അപ്പം ആ രീതിയിൽ ഇതിനെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നോക്കിക്കോ, ശ്രീനാരായണ ഗുരു അന്ന് അദ്ദേഹത്തിൻ്റെ സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു, പത്രവാർത്തകൾ നിറഞ്ഞു നിന്നൊരു കാര്യമാണ്, കൃത്യമായി പഠിക്കുക. ഇനി നോക്കിക്കേ, 2026-ൽ 153ാമത്തെ ജന്മവാർഷികം ആചരിക്കാൻ പോകുന്ന നവോത്ഥാന നായകൻ ആര് എന്നാണ്. 2026-ൽ 153ാമത്തെ ജന്മവാർഷികമാണ് കുമാരനാശാൻ്റെ. അപ്പം കുമാരനാശാനെ ബേസ് ചെയ്ത് ഞാൻ ഈ ക്വസ്റ്റ്യൻ കൊടുക്കാൻ കാരണമുണ്ട്. ഒരു PYQ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. 2023-ലെ ചോദ്യം ഇതായിരുന്നു. 2023-ൽ 150ാമത്തെ ജന്മവാർഷികം ആഘോഷിക്കപ്പെട്ട നവോത്ഥാന നായകൻ ആര് എന്നായിരുന്നു ചോദ്യമുണ്ടായിരുന്നത് PYQവിൽ. അപ്പോൾ കൃത്യമായി മനസ്സിലാക്കുക, 153 എന്ന് കൊടുത്തത് 2026 ആയതുകൊണ്ടാണ്. 23-ൽ 150 ആയിരുന്നു. ആ വർഷം തന്നെ ചോദിച്ച മറ്റു ചില ചോദ്യങ്ങളുണ്ട്. 2022-ൽ അദ്ദേഹത്തിൻ്റെ ചില കൃതികൾ, ഏതൊക്കെ കൃതികളാണ്? ചണ്ടാല ഭിക്ഷുകി, ദുരവസ്ഥ, ഈ 2 പുസ്തകങ്ങളും എന്ത് ചെയ്തു? 100ാം വാർഷികം ആചരിച്ചു. 100ാം വാർഷികം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിച്ച കവിതാ സമാഹാരം ഏതെന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു. അത് പുഷ്പകവാടിയാണ് ആൻസർ വരുന്നത്. അപ്പം ചില ബുക്കുകൾ കൊടുത്തിട്ട് അതിൻ്റെ വാർഷികങ്ങളും ചോദിക്കുന്നുണ്ട്.
പ്രത്യേകിച്ച് കുമാരനാശാന് 2023 നിറയെ PSC ക്വസ്റ്റ്യൻസ് വന്നതാണ്. 150ാമത്തെ വർഷമായിരുന്നു. പുസ്തകങ്ങൾ ഏറെ ഉണ്ടായതുകൊണ്ട് തന്നെ. അപ്പോൾ പുസ്തകങ്ങൾ മാത്രമാണോ ചോദിക്കുന്നത്? ഒരിക്കലുമല്ല. പുസ്തകങ്ങളോടൊപ്പം സിനിമകളും ചോദിക്കും അല്ലേ? എന്താണ് 2023 വാസവദത്ത എന്ന് പറയുന്ന ഒരു സിനിമയുണ്ടായിരുന്നു എന്ന ചിത്രം, ഒരു ചിത്രമാണ്. അത് ശ്യാംനാഥ് എന്ന് പറയുന്ന വ്യക്തിയാണ് സംവിധാനം ചെയ്തത്. അപ്പം അങ്ങനെ പുസ്തകങ്ങളെ ബേസ് ചെയ്തും സിനിമകളെ ബേസ് ചെയ്തും ചോദ്യങ്ങൾ ചോദിക്കും. അപ്പം നിങ്ങൾ പഠിക്കുമ്പം ആശാൻ്റെ പുസ്തകങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും സിനിമകളുണ്ടോ എന്ന് പഠിക്കുക, ഏതെങ്കിലും പുസ്തകങ്ങളുടെ വാർഷികങ്ങളുണ്ടോ എന്നും പറഞ്ഞ് മനസ്സിലാക്കുക, പഠിക്കുക. ഇനി നോക്കിക്കേ, അടുത്ത ചോദ്യം ചോദിച്ചത് കഴിഞ്ഞ തവണകളിൽ ഏറ്റവും കൂടുതൽ ഒരു വർഷം ആവർത്തിച്ചതാണ്. 2023 മാർച്ച് 30 100ാം വാർഷികം ആഘോഷിച്ച സത്യാഗ്രഹം ഏത് എന്നുള്ളതായിരുന്നു. ഭയങ്കര വലിയ വാർത്തയാണ്, ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. വൈക്കം സത്യാഗ്രഹമാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന വാർത്ത. ഇനി നമ്മൾ കറണ്ട് അഫയേഴ്സ് വേറെ എന്ത് പഠിക്കണം? ഇപ്പം നിങ്ങൾക്ക് ഒരു ധാരണയായി കറണ്ട് അഫയേഴ്സ്. എൻ്റെ കയ്യിൽ ഒരുപാട് 2023, 24, 25, 26 ഇപ്പം നിങ്ങൾക്ക് തരാൻ പോകുന്ന ഒരു 8 വാർത്തകൾ ഞാൻ എൻ്റെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് ഓരോന്നും ഞാൻ തരംതിരിച്ച് പഠിപ്പിക്കും. അതായത് നവോത്ഥാനം എന്ത് പഠിക്കണം, നവോത്ഥാനത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. എന്നാൽ നോക്കിക്കേ, അതിന് ഞാൻ ഉദാഹരണം പറയാം. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എൻ്റെ ഡേറ്റാബേസിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്കത് പഠിപ്പിക്കാനും നിങ്ങൾക്ക് പറഞ്ഞു തന്ന് നിങ്ങൾക്ക് മാർക്ക് നേടിത്തരാനും സാധിക്കും. CCയുടെ LPSA UPSA ബാച്ച്, പുതിയൊരു ബാച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കേറ്റിട്ട് എഴുതി കിട്ടി, ജോലി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കേറ്റിട്ട് എഴുതി കിട്ടിയത് അല്ലേ? അപ്പോൾ ജോലി കിട്ടുക എന്നുള്ളത് പ്രധാന ലക്ഷ്യമായിട്ട് കരുതുക. കേറ്റിട്ട് എഴുതി കിട്ടിയിട്ടും നമുക്ക് LPSA UPSA നേടാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾക്ക് വിഷമമാകും. ഈ ഒരു LPSA UPSA എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ശമ്പള പരിഷ്കരണമൊക്കെ നമ്മൾ കണ്ടതാണ്. നല്ല അടിപൊളി എമൗണ്ടും ഒക്കെ നമ്മുടെ കയ്യിൽ കിട്ടും. അതുമാത്രമൊന്നുമല്ല, സമൂഹത്തിൽ നമുക്ക് കിട്ടുന്ന വില, ഇതൊന്നും മനസ്സിലാക്കാതെ പോകരുത്. അടിപൊളിയായിട്ട് പഠിക്കണം കേട്ടോ. നോക്കിക്കേ, ബഡ്ജറ്റ് എപ്പോഴും ഈ പറയുന്ന നവോത്ഥാനത്തിനൊരു പ്രാധാന്യം കൊടുക്കും. അങ്ങനെ ബഡ്ജറ്റിൽ പ്രാധാന്യം കൊടുത്ത കാര്യമാണ് VS സെൻറ്റർ. കേരളവുമായി ബന്ധപ്പെട്ട കാലത്താണ് നമ്മൾ പറയുന്നത്. VS സെൻറ്റർ സ്ഥാപിക്കുന്നത് എവിടെ? തിരുവനന്തപുരത്ത്. നവോത്ഥാന നായകനും ശ്രീമൂലം പ്രജാസഭയിലെ അംഗവുമായിരുന്ന കാവാരിക്കുളം കണ്ടൻ കുമാറിന് തിരുവനന്തപുരത്ത് നേമത്ത് സ്മാരകം. ഇനി അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാവാരിക്കുളം കണ്ടൻ കുമാരൻ സ്മാരകം എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഞെട്ടരുത്. എന്തുകൊണ്ടാണത്? ഇത് ബഡ്ജറ്റിൽ വന്ന വാർത്തയാണ്, ശ്രീമൂലം പ്രജാസഭയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ? അപ്പോൾ ഈ വ്യക്തിയെ പറ്റി കൃത്യമായി പഠിക്കുക. ഇസ്ലാമിക പണ്ഡിതനും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമന്റെ പേരിൽ എവിടെയാണ് സ്മാരകം വരുന്നത്? എവിടെയാണ് സ്മാരകം വരുന്നത്? പൊന്നാനിയിലാണ് ചരിത്ര ഗവേഷണ കേന്ദ്രം വരുന്നത്. മറന്നു പോകണ്ട. കണ്ടോ? അപ്പം ഇതൊക്കെ എന്താ പഠിച്ചോ? പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നില്ലാത്തവരോടൊക്കെ ഞാൻ പറയാ, ഇനി പോര്, നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ. നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണ് മക്കളെ. അപ്പോൾ ആ വിലപ്പെട്ട സമയം കളയരുത്. അതായത് കറണ്ട് അഫയേഴ്സ് എങ്ങനെ പഠിക്കും, അല്ലെങ്കിൽ സ്റ്റഡി നോട്ട്സ് എങ്ങനെ കിട്ടും, ഞാൻ തന്നെ പഠിച്ചാൽ മതിയോ, എന്നെ കൊണ്ട് പറ്റും എന്നൊക്കെ തോന്നും. ഒരു മത്സര പരീക്ഷയ്ക്ക് ഇതൊക്കെ എനിക്ക് പറ്റുന്ന കാര്യമല്ലേ എന്നൊക്കെ തോന്നും. പക്ഷേ പരീക്ഷ എടുക്കുമ്പോൾ ടെൻഷനും റാങ്കും ഒക്കെ പുറകിലാകും. നമുക്കൊരു സോഴ്സ് പ്രോപ്പർലി കിട്ടിത്തന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ അധ്യാപകരുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ കോഴ്സിൽ വരാം. കായംകുളത്ത് തോപ്പിൽ ഭാസി, തൃശ്ശൂരിൽ PJ ആൻ്റണി, കണ്ണൂരിൽ KT മുഹമ്മദ് എന്നിവരെ ആദരിക്കാനായിട്ട്, സ്ഥിരം നാടക തിയേറ്ററുകൾ നിർമ്മിക്കാനായിട്ട് നാടകഗ്രഹം എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവരുന്നുണ്ട്. ഈ ബഡ്ജറ്റിൽ പറഞ്ഞതാണ്. അപ്പം നമ്മുടെ സാംസ്കാരികം എന്ന ടോപ്പിക്കിലുള്ള ഒരു പോയിന്റാണിത്, പഠിക്കുക. അടുത്തത് വീണ്ടും റിനൈൻസൻസിൽ തന്നെയാണ്. അയ്യ വൈകുണ്ഠസ്വാമി സ്മാരകം തിരുവനന്തപുരത്ത്, MD സ്മാരകം തിരൂര്, മഹാത്മാഗാന്ധി സന്ദർശിച്ച കൊട്ടാരക്കര മുസാവരി ബംഗ്ലാവ് ഗാന്ധി സ്മാരകമാക്കി മാറ്റും. കണ്ടോ? മഹാത്മാഗാന്ധി സന്ദർശിച്ച കൊട്ടാരക്കര മുസാവരി ബംഗ്ലാവ് എന്ത് സ്മാരകമാക്കും? ഗാന്ധി സ്മാരകമാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് കറണ്ട് അഫയേഴ്സ് നോക്കുന്നതെന്ന് ഏകദേശം ഒരു ധാരണയായി കാണും. ധാരണയിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഭരണഘടനയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു സീരീസിൽ ഞാൻ അതെടുക്കാം. LPSA പഠിക്കുന്നവർക്ക് ജനുവരിയിൽ 2026 ജനുവരിയിലെ സുപ്രീം കോടതി വിധി പ്രകാരം സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ആർത്തവകാല ആരോഗ്യം, റൈറ്റ് ടു മെൻസ്ട്രൽ ഹെൽത്ത്, ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളിൻ്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്? കണ്ടോ?
2026 കറണ്ട് അഫയേഴ്സാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകൾ നിങ്ങൾ ആ ഭരണഘടന എന്ന് പറയുന്ന ഭാഗത്തിൽ പഠിക്കുക. ഏതാണ്? ആർട്ടിക്കിൾ 21. എന്താണ് ആർട്ടിക്കിൾ 21 പറഞ്ഞാൽ? ജീവിക്കാനുള്ള അവകാശം. പല കുഞ്ഞുങ്ങളും ഈ പറയുന്ന ആർത്തവവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിൽ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർത്തവത്തിന് എന്തുമായിട്ടും ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നു? വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് 21A ഇത് ബന്ധമുണ്ട് കേട്ടോ. അപ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് റൈറ്റ് ടു ലൈഫ് അല്ലേ, ജീവിക്കാനുള്ള അവകാശം, വ്യക്തിപരമായ അന്തസ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. പിന്നെ കുഞ്ഞുങ്ങൾ, ഞാൻ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുഞ്ഞുങ്ങൾ അർത്ഥവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് പേര് സ്കൂളിൽ നിന്നൊക്കെ കൊഴിഞ്ഞു പോക്കുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടും ഈ ഒരു ആർട്ടിക്കിൾ പരാമർശിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി അവിടെ വരും ആർത്തവ വിരാമവുമായിട്ട് ബന്ധപ്പെട്ടും വാർത്തകൾ വരുന്നുണ്ട്. അതിനുവേണ്ടി ഏത് സംസ്ഥാനമാണ് അതിനു വേണ്ടി ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തത്? ഈ ക്വസ്റ്റ്യൻ എനിക്കുള്ളതല്ല, നിങ്ങൾക്കുള്ളതാണ്. ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇന്ന് തൊട്ട് കറണ്ട് അഫയേഴ്സ് ഇങ്ങനെ എഴുതിയെടുക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തിക്കോളൂ. എല്ലാവരും കമൻ്റായിട്ട് ചെയ്യുക. അപ്പോൾ പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. ഇതാണ്ട് 1, 2, 3, 4 അങ്ങനെ റാങ്കുകളുടെ ഘോഷമാണ്. ഈ കുട്ടികളെയൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചതാണ്. ഞങ്ങളുടെ മൊബൈൽ ആപ്പിലൂടെ പഠിച്ച കുട്ടികളാണ് ഇവരൊക്കെ. അവർക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകിയ CC ടീമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്കും ഞങ്ങൾക്ക് ഈ റിസൾട്ട് എത്തിക്കാൻ സാധിക്കും. സത്യസന്ധമായി വേറെ ഒന്നും പഠിക്കേണ്ട, ഇത് മാത്രം പഠിച്ച് നിങ്ങൾക്കും നമ്മുടെ വിജയത്തിലേക്ക് നടക്കാം. പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഞാനും ഉണ്ടാകും. അപ്പോൾ അടിപൊളിയായിട്ട് LPSA UPSA പഠനം.